ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കോട്ട്ലൻഡിനെ കുറിച്ചാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് യുകെൻ്റെ പാർട്ടായിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ യൂറോപ്യൻ കൺട്രി കൂടിയാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ വരുന്നത് എഡിൻബ്ര ആണ്. അവരുടെ കറൻസി വരുന്നത് പൗണ്ട് സ്റ്റേർലിംഗ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ഇംഗ്ലീഷ്, സ്കോട്ട് ആൻഡ് സ്കോട്ടിഷ് ഗാലിക്കാണ് ലാംഗ്വേജസ് വരുന്നത്. ടൈം സോൺ എന്ന് പറയുമ്പോൾ UTC+0 ആണ് വിൻ്ററിൽ, അതുപോലെ തന്നെ UTC+1 ആണ് സമ്മർ ടൈമിൽ വരുന്നത്. നാഷണൽ കരിയർ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ ഒരു പ്രത്യേക നാഷണൽ കരിയർ ഇല്ല. യുകെൻ്റെ തന്നെ കരിയറായ ബ്രിട്ടീഷ് എയർവേസ് ആണ് സ്കോട്ട്ലൻഡിൻ്റെയും കരിയറായി വരുന്നത്. പിന്നെ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് സ്കോട്ട്ലൻഡ് ആണ്. ഒരു ഇയർ റൗണ്ട് ഡെസ്റ്റിനേഷനാണ് സ്കോട്ട്ലൻഡ്. നമുക്ക് ഏത് ടൈമും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ്. എന്നാൽ അവരുടെ സമ്മർ ടൈം എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ്. ആ സമയം നമുക്ക് ലോങ് ഡേയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗെയിംസ് ആയാലും റോഡ് ട്രിപ്സിനൊക്കെ ആയാലും കൂടുതൽ ആളുകളും പോകുന്ന ഒരു ടൈമാണ് ജൂൺ ടു ഓഗസ്റ്റ്. പിന്നെ വരുന്നത് അവരുടെ ഓട്ടം സീസണാണ്. അത് സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ്. ആ സമയം ടൂറിസ്റ്റുകൾ കുറവായിരിക്കും. നമുക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ടൈമായിരിക്കും അത്. പിന്നെ വരുന്നത് അവരുടെ നവംബർ ടു ഫെബ്രുവരി ആണ്. അതെന്ന് പറഞ്ഞാൽ വിൻ്റർ ടൈമാണ്. ആ സമയത്ത് ക്രിസ്മസ് മാർക്കറ്റ്സും സെലിബ്രേഷൻസും സ്നോ ഇൻ ഹൈലൻഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. ആ സമയം വിൻ്ററിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ടൈമാണ് നവംബർ ടു ഫെബ്രുവരി. പിന്നെ വരുന്നത് സ്പ്രിംഗ് ആണ്. അത് മാർച്ച് ടു മെയ് ആണ് വരുന്നത്. ആ സമയത്ത് തന്നെ മൈൽഡ് വെതർ ആയിരിക്കും. ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലും പോകാൻ പറ്റിയൊരു സമയമാണ് മാർച്ച് ടു മെയ്. പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിൽ സ്കോട്ട്ലൻഡ് എന്താണ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ആക്കുന്നത്? അവരുടെ വേൾഡ് ഫേമസ് കാസിൽസ് ആണ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി, അവരുടെ കൂടുതൽ കാര്യങ്ങളും ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ട്. പിന്നെ വരുന്നത് അവരുടെ വിസ്കിയാണ്. വേൾഡ് ഫേമസ് വിസ്കിയാണ് സ്കോട്ട്ലൻഡിലുള്ളത്. പിന്നെ അവിടുത്തെ വാം ഹോസ്പിറ്റാലിറ്റി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസ്, ഇതൊക്കെയാണ് സ്കോട്ട്ലൻഡിനെ യുണീക്ക് ആക്കുന്നത്. പിന്നെ അവരുടെ ടോപ്പ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിറ്റിയിലുള്ള എഡിൻബ്ര കാസിലാണ്. അതുപോലെ തന്നെ റോയൽ മിലെ, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഇതൊക്കെയാണ് സ്കോട്ട്ലൻഡിലെ ടോപ്പ് അട്രാക്ഷൻസ് വരുന്നത്. അതുപോലെ എഡിൻബ്ര കാസിൽ, ഹോളിവുഡ് പാലസ്, പിന്നെ അവിടുത്തെ സ്കോട്ട് മോണിമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ മ്യൂസിയം ഉണ്ട്. കൂടുതലും നമുക്ക് അവിടുന്ന് കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ അവിടെ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ വരുന്നതാണ് ഡീൻ വില്ലേജ്. സ്കോട്ട്ലൻഡ് ഒരു ഹിഡൻ ജെമായിട്ടാണ് ഡീൻ വില്ലേജിനെ കൺസിഡർ ചെയ്യുന്നത്. അതൊരു പീസ്ഫുൾ റിവർ സൈഡ് വില്ലേജ് ആണ്. എഡിൻബ്ര സിറ്റി സെൻറ്റർ നമുക്കൊരു ഫ്യൂ മിനിറ്റ്സ് വാക്കിംഗ് മാത്രമേ ഉള്ളൂ ഈ വില്ലേജിലേക്ക്. ഇത് കൂടുതലായിട്ടും നമുക്ക് അവരുടെ ഒരു ഫെയറി ടെയിൽ വില്ലേജാണ് ഇതിനെ കൂടുതലായിട്ടും പറയുന്നത്. ആൾക്കാർ ഒരു ഫെയറി ടെയിൽ സ്റ്റോറിയിൽ എത്തിയ പോലെയാണ് ഈ വില്ലേജിൽ ഉണ്ടാവുക. അവിടെ കൂടുതലായിട്ടും സ്റ്റോൺ കോട്ടേജും പിന്നെ ലഷ് ഗ്രീനറി ഒക്കെ ആയിരിക്കും. ഇതിന് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മോർണിംഗിലാണ്. ആ സമയത്താണ് കൂടുതൽ ആൾക്കാരും പോകുന്നത്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഇതിനെ ഗാർഡൻസും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സമയമാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, പ്യുവർ അറ്റ്മോസ്ഫിയർ മാത്രമായിരിക്കും. പിന്നെ വരുന്നത് ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ ലാർജസ്റ്റ് സിറ്റിയാണ്. അതും സ്കോട്ട്ലൻഡിൻ്റെ ഒരു മെയിൻ സിറ്റി കൂടിയാണ് ഗ്ലാസ്ഗോ എന്ന് പറയുന്നത്. ഇത് കൺട്രീൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഇതിന് ഫേമസ് ആവാൻ കാരണം അതിൻ്റെ കൾച്ചർ, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഷോപ്പിങ്ങും നൈറ്റ് ലൈഫിനൊക്കെ പറ്റിയൊരു സിറ്റിയാണ് ഗ്ലാസ്ഗോ എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാരും ഇതിനെ വൈബ്രൻറ്റ് സിറ്റി ലൈഫും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഫേമസ് ആൻഡ് ടോപ്പ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഗ്ലാസ്ഗോ കത്തീഡ്രൽ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ആർട്ട് ഗാലറി, മ്യൂസിയംസ് ഉണ്ട്. പിന്നെ ടോൾ ഷിപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്ലാസ്ഗോൻ്റെ സയൻസ് സെൻറ്റർ ഉണ്ട്. പിന്നെ അവരുടെ ഒരു പീപ്പിൾ പാലസ് ഉണ്ട്, ഗ്രീൻ പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ഉണ്ട്. ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ, അതും കൂടുതൽ അട്രാക്ഷൻസ് ഉള്ള ഒരു സിറ്റിയാണ് ഗ്ലാസ്ഗോ. പിന്നെ വരുന്നത് ഐസ്ൽ ഓഫ് സ്കീ എന്ന് പറയുന്നത്. അത് സ്കോട്ട്ലൻഡിൻ്റെ മോസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ് ഡെസ്റ്റിനേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷൻ കാണാമെന്ന് പറഞ്ഞാൽ ഓൾഡ് മാൻ ഓഫ് സ്റ്റോർ എന്ന് പറയുന്നത്. ഇതൊരു പനോറമിക് വ്യൂ ആണ്. ഒരു കൂടുതൽ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫെയറി പൂൾസ് ഉണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരിക്കും അവിടെ ഉള്ളതെല്ലാം. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, കാസിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കൂടുതലും വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഒരു നേച്ചർ സൈഡ്, ഒരു നാച്ചുറൽ സൈഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണിത്. പിന്നെ വരുന്നത് ജിൽനിൻ ഫിനാൻ വിയാഡക്ട് എന്ന് പറയുന്നത്. ഇതൊരു ട്രെയിൻ ജേണിയാണ്. ഇത് പോകുന്നത് ഹോഗ്വാർട്സ് എക്സ്പ്രസ് റൂട്ടാണ്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ഹൈലൻഡിലാണ്, ഫോർട്ട് വില്യത്തിൻ്റെ അടുത്തായിട്ട്. ഇത് മൾട്ടിപ്പിൾ ഫിലിംസിൽ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ്. മെയിൻലി ഹാരി പോട്ടർ മൂവിയിൽ ആൾക്കാർ കൂടുതൽ കണ്ടൊരു സ്ഥലമായിരിക്കും. ഇതിൽ നമുക്ക് ഈ ഒരു ജേണി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഇതിലൊരു റൈഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സമ്മർ സീസണിലാണ് ഇതിൽ കൂടുതലും ആൾക്കാർ പോകുന്നത്. പിന്നെ വരുന്നത് റോയൽ യാച്ച് ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. ഇതൊരു ഫോമൽ റോയൽ ഷിപ്പാണ്. ഇപ്പം അതൊരു ഫ്ലോട്ടിംഗ് മ്യൂസിയം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ സ്കോട്ടിഷിൻ്റെ റോയൽ ഫാമിലീൻ്റെ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇതാണ്. അവരുടെ റോയൽ ഫാമിലിയിൽ അൺടിൽ 1954 മുതലുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആൾക്കാരത് കൂടുതലും വിസിറ്റ് ചെയ്യുന്നുണ്ട്.
വിസിറ്റ് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും, ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എൻജിൻ റൂം, അവരുടെ റോയൽ ഡെക്ക്, ടീ റൂം, ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ആ റോയൽ ഫാമിലിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് യു കെയിൽ തന്നെ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് മ്യൂസിയമാണിത്. പിന്നെ വരുന്നത് സ്റ്റേർലിംഗ് കാസിലാണ്. സ്കോട്ട്ലൻഡിൽ തന്നെ ലാർജസ്റ്റ് കാസിൽസിൽ ഒന്നാണിത്. ഇത് കാസിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള വില്യം വാലസിൻ്റെയും റോബർട്ടിൻ്റെയാണ് ഈ കാസിൽ വരുന്നത്. സ്കോട്ട്ലൻഡിലെ മോസ്റ്റ് ഹിസ്റ്റോറിക്കലും സിഗ്നിഫിക്കൻറ്റ് കാസിലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ റെസിഡൻഷ്യലും സ്കോട്ടിഷ് കിങ്ങിൻ്റെയും ക്വീൻ്റെയും ഹിസ്റ്ററി ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വിസിറ്റേഴ്സിന് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവരുടെ ഗ്രേറ്റ് ഹാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, റോയൽ പാലസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കാസിലിൻ്റെ ഗാർഡൻസ് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാണ് വിസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ആർക്കിടെക്ചർ, ഡ്രാമാറ്റിക് വ്യൂസ് ഇതൊക്കെ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്കോട്ടിഷ് റോയൽ ഹിസ്റ്ററി തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് എയർപോർട്ട്സ് ആണ്. സ്കോട്ട്ലൻഡിലെ മേജർ എയർപോർട്ട്സ് ആണ് എഡിൻബ്ര എയർപോർട്ട് എന്ന് പറയുന്നത്. അതും സ്കോട്ട്ലൻഡിലെ ബിസിയസ്റ്റ് എയർപോർട്ടുകളിൽ ഒന്നാണ്. പിന്നെ വരുന്നതാണ് ഗ്ലാസ്ഗോ എയർപോർട്ടും. അതും മേജർ ഇൻ്റർനാഷണൽ ഹബ്ബാണ്. ഫ്ലൈറ്റ്സ് അക്രോസ് യൂറോപ്പ്, നോർത്ത് അമേരിക്കൻ സീസണൽ ലോങ് ഹോൾ റൂട്ട്സ്. പിന്നെ വരുന്ന അവരുടെ റീജിയണൽ കീ എയർപോർട്ട്സ് ആണ്. പിന്നെ അബർഡീൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഫോർ ഓയിലും ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന എയർപോർട്ടാണത്. അതും അക്രോസ് ചെയ്യുന്നത് UK ടു യൂറോപ്പാണ്. പിന്നെ വരുന്നവർ ഇൻവേഴ്സ് എയർപോർട്ടാണ്, ഗേറ്റ് വേ ടു സൗത്ത് സ്കോട്ടിഷ് ഹൈലൻഡ് ആൻഡ് സെർവിങ് UK സിറ്റീസ് ആൻഡ് സം യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ്. ഇതൊക്കെയാണ് മെയിൻലി സ്കോട്ട്ലൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ യൂറോപ്യൻ കൺട്രിയാണ് സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത്. UK തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്കോട്ട്ലൻഡ്. നമ്മളൊരു ഫെയറി ടെയിൽ സ്റ്റോറിയിൽ കാണുന്നതും കേൾക്കുന്നതും പോലുള്ള എക്സാക്ട് ലൊക്കേഷൻസ് ആണ് ഈ സ്കോട്ട്ലൻഡിൽ വരുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേഷൻ വീഡിയോസിന് വേണ്ടി ഫോളോ വെസ്റ്റ്ബേർഡ് ഹോളിഡേയ്സ്.